ഹായ്, എൻ്റെ ട്രേഡിംഗ് ജേർണിയിലെ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് മന്ത് ആയിരുന്നു ജാനുവരി 2026. കഴിഞ്ഞ ജാനുവരി എനിക്ക് കംപ്ലീറ്റ് ലോസിലായിരുന്നു. ബട്ട് ജാനുവരി ഹാസ് ബീൻ ഗ്രേറ്റ്. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഐ വോണ്ട് യു ഗൈസ് ഓൾസോ ടു എക്സ്പെരിമെൻറ്റ് ദ സെയിം തിങ്. എനിക്ക് തന്ന ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ കിട്ടണമെന്നുണ്ട്. സോ ഐ എം ജസ്റ്റ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഫോർ എൻ എക്സ്പെരിമെൻറ്റ്. നിങ്ങളും ചെയ്ത് നോക്കുക. ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് ലെറ്റ് മീ നോ. സോ ഈ മാസം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 1 സെഷൻ 1 പെയർ ആൻഡ് 1 സെറ്റപ്പ് എന്നുള്ളതായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്. അമേസിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് പറയാനില്ല. ഞാൻ ഇത് ആക്ച്വലി നേരത്തെ ഒരു പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് നോക്കിയിട്ടുണ്ട്. സോ ലാസ്റ്റ് സെപ്റ്റംബർ വെൻ ഐ ഹാഡ് മൈ ഫസ്റ്റ് ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് 50Kയുടെ ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാഴ്ച ഞാൻ ഒരു സെഷൻ മാത്രമേ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് സോ ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്കത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് പ്രഷർ ഉണ്ടായിരുന്നു. എനിക്ക് ആ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ പാസ്സാക്കി എടുക്കണം എന്നുള്ളതും ഒരു മാസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സെഷൻസ് ട്രേഡ് ചെയ്ത് നോക്കി. ആൻഡ് കൂടുതൽ സെഷൻസ് ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആൻഡ് കൂടുതൽ ട്രേഡ് എടുത്ത് നോക്കിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് നെവർ വർക്ക്ഡ്. അന്നൊക്കെ നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ കൂടുതൽ സെഷൻ എടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ടാർഗറ്റിലേക്ക് എത്താം എന്നുള്ളതാണ്. ബട്ട് നോ, ഇറ്റ്സ് നോട്ട് ദ കേസ്. അങ്ങനെയല്ല, എനിക്കത് വർക്കൗട്ടായില്ല. ആൻഡ് അത് മാത്രമല്ല, അതിന് ശേഷവും ഞാൻ മോസ്റ്റ് ഓഫ് ദ സെഷൻസ് എടുക്കാൻ തുടങ്ങി. ഏഷ്യൻ ഒക്കെ രാവിലെ എണീറ്റിരുന്ന് ട്രേഡ് എടുക്കാൻ തുടങ്ങി. ബട്ട് ഇറ്റ് നെവർ വർക്ക്ഡ്. അതെല്ലാം സ്പോയിലായി പോയിക്കൊണ്ടിരുന്നുള്ളൂ. എൻ്റെ റിസൾട്ട്സിനെ ഡാമേജ് ചെയ്ത് വെച്ചിരുന്നതേ ഉള്ളൂ. വിൻ റേറ്റ് കുറച്ച് വെച്ചിരുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കൂടുതൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് വെനെവർ ഐ വാസ് ഫോക്കസിങ് ഓൺ 1 സെഷൻ ആൻഡ് വെനെവർ ഐ വാസ് കട്ടിങ് ഡൗൺ മൈ ട്രേഡ്സ്, അല്ലെങ്കിൽ ട്രേഡിൻ്റെ എണ്ണം അല്ലെങ്കിൽ സെഷൻസിൻ്റെ എണ്ണം കുറച്ച് ചെന്നപ്പോഴത്തേനും ഐ ഹാഡ് എ ലോട്ട് മോർ റൂം ഇൻ മൈ ഹെഡ്. കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടെ ആ സെറ്റപ്സിന് അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിട്ട് പോകാൻ പറ്റി. ആൻഡ് പിന്നീട് ഞാൻ ഡിസംബർ ആയപ്പോഴത്തേനും എടുത്ത തീരുമാനമാണ്. സോ ജനുവരിയിലേക്ക് കയറുമ്പോഴത്തേനും ഐ ജസ്റ്റ് നീഡ് ടു ഫോക്കസ് ഓൺ 1 സെഷൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഡേ എനിക്ക് എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ലണ്ടൻ, ഏഷ്യ, ആ സെഷനെ പറ്റി ബോധോടാകാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ലൈഫ് എന്നുള്ള ഫാക്ടറും കൂടെ എൻജോയ് ചെയ്യണം. ഐ ജസ്റ്റ് വോണ്ട് ടു എൻജോയ് ട്രേഡിങ് ആസ് ഇറ്റ് ഈസ് ടു ബി എൻജോയ്ഡ്. എല്ലാവരും വിചാരിക്കുന്നത് ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് എന്നാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്പെൻഡിങ് മോർ ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ ചാർട്ട്സ്. ഇറ്റ്സ് അബൌട്ട് എൻജോയിങ് ദ പ്രോസസ്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്യണമെങ്കിൽ ലൈഫിലും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം, ചാർട്ടിൻ്റെ ഫ്രണ്ടിലും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം, ചാർട്ട് ടൈം എൻജോയ് ചെയ്യണം. സോ ഐ ജസ്റ്റ് ഡിസൈഡഡ് ദാറ്റ് ഇനി ഒരു സെഷൻ മതി. ന്യൂയോർക്ക് സെഷൻ ആണ് എനിക്ക് കൂടുതലായിട്ട് വർക്കൗട്ട് ആയിക്കൊണ്ടിരുന്നത്. സോ ന്യൂയോർക്ക് മാത്രം എടുക്കാം. ആൻഡ് വിൽ ഫർഗെറ്റ് അബൌട്ട് ലണ്ടൻ ആൻഡ് ഏഷ്യ എന്ന് തീരുമാനിച്ചു. ആൻഡ് 1 പെയർ, അതായത് ഞാൻ ഗോൾഡ് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളായിരുന്നു. ആൻഡ് 1 സെറ്റപ്പ്. ഞാൻ ഇഷ്ടംപോലെ സെറ്റപ്സ് പരീക്ഷിച്ച് നോക്കി. ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോഴത്തേനും എനിക്ക് ഒരു എഡ്ജ് കിട്ടി. എന്താണ് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആൻഡ് ഐ ബീൻ ട്രേഡിങ് ദാറ്റ്. സോ ഞാനത് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഞാനൊരു അക്കൗണ്ടെങ്കിലും പാസ്സാക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എന്നോർത്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഡോണ്ട് വറി, എനിക്കത് പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. ഐ വിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് ഔട്ട് ഫോർ ഫ്രീ. പിന്നെ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനത് പറഞ്ഞു തന്നാലും നിങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി എടുക്കുന്നേ ഉള്ളെങ്കിൽ യു വുഡൻ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഐ എം സെയിങ്. സോ നിങ്ങളെല്ലാം ഇപ്പം ട്രേഡിംഗ് പഠിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച് തീർക്കുക. നിങ്ങളതിൻ്റെ ബേസിക്സ് കവർ ചെയ്യുക. ഐ ജസ്റ്റ് ഡ്രോപ്പ് ദ സോഴ്സ് ആഫ്റ്റർ ദാറ്റ്. എനിക്കത് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു വിഷയമില്ല. ബിക്കോസ് ഐ ലേൺഡ് ഇറ്റ് ഫോർ ഫ്രീ, ഐ ക്യാൻ ഷെയർ ഇറ്റ് ഫോർ ഫ്രീ. സോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഫെബ്രുവരി സ്റ്റാർട്ടിംഗ് വീക്കിലായിരിക്കും. സോ ഐ വോണ്ട് യു ഗൈസ് ടു എക്സ്പെരിമെൻറ്റ് ദിസ് ഫോർ 1 മന്ത്. ഒരു മാസം നിങ്ങളിങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്കിത് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് പരീക്ഷ നോക്കണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കണം. സോ you only trade 1 session, you only trade 1 pair and you only trade 1 setup. നിങ്ങളൊരു സെറ്റപ്പ് അല്ലെങ്കിൽ എഡ്ജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതൊരു സെഷൻ മാത്രം ട്രേഡ് ചെയ്യുക. ഒരു പെയർ വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ചൂസ് എ പെയർ, വാട്ട് എവർ പെയർ യു വാണ്ട്. ഈ കറൻസി പെയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, NQ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഗോൾഡൊക്കെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, ഇച്ചിരി ഡിസ്ട്രക്റ്റീവ് ആണ്. സോ ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഒരു മാസം നിങ്ങളത് ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രീവിയസ് മന്തിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഹൗ വെൽ ഡിഡ് യു പെർഫോം? സോ ദീസ് ആർ ദ റൂൾസ്. 2 ട്രേഡേ അലൗഡ് ഉള്ളൂ. 2 ലോസസ് ആയി കഴിഞ്ഞാൽ നിർത്തിക്കോണം. ഒരു പിന്നെ നിങ്ങൾക്ക് നിർത്തണമെന്ന് തോന്നിയാൽ നിർത്തിക്കോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുത്താൽ മതി എന്ന് തോന്നുവാണെങ്കിലും അങ്ങനെയാണെങ്കിലും കംഫർട്ടബിൾ. നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ട്രേഡ് എടുക്കാതിരിക്കുക. നിങ്ങളുടെ സെറ്റപ്പ് കാണുക മാത്രം എടുക്കുക. നിങ്ങളുടെ കൺഫർമേഷൻ ഉണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അല്ലാത്ത പക്ഷം ട്രേഡ് എടുക്കാതിരിക്കുക. സോ ദീസ് ആർ ദ സിമ്പിൾ റൂൾസ് ടു ഫോളോ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ബട്ട് ആക്ച്വലി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇച്ചിരി ടഫായിട്ടുള്ള കാര്യം കൂടിയാണ്. ആൻഡ് യു ഓൺലി ട്രേഡ് ഇൻ 1 സെഷൻ, യു ഓൺലി ട്രേഡ് 1 പെയർ ആൻഡ് യു ഓൺലി ട്രേഡ് 1 സെറ്റപ്പ്. എല്ലാ സെറ്റപ്പ് എടുത്ത് പരീക്ഷിച്ച് നോക്കല്. എന്നിട്ട് ഇത് ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ആഴ്ചത്തെയും കാര്യങ്ങൾ ജേർണലിൽ ട്രാക്ക് ചെയ്ത് നോക്കുക.
ആൻഡ് നിങ്ങൾ ലാസ്റ്റ് മന്ത് ആകുമ്പോഴത്തേനും നിങ്ങളത് പ്രീവിയസ് മന്തുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. എത്രത്തോളം നിങ്ങൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്പയർ ചെയ്യുക. ഇഫ് ഇറ്റ് ഡസൻ വർക്ക്സ് ഔട്ട് ഇത് ഇട്ടിട്ട് വെക്കും, ഈ മോഡൽ ഇട്ടിട്ട് വെക്കും. ഞാൻ പറഞ്ഞത് ഇഗ്നോർ ചെയ്ത് കിട്ടും, കുഴപ്പമില്ല. ബട്ട് ഒരു മാസം നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോക്കുക. ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട്, ഐ തിങ്ക് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഹോൾ പെർസ്പെക്റ്റീവ് അബൌട്ട് ട്രേഡിംഗ്. ആൻഡ് നിങ്ങൾക്കൊരു ബെറ്റർ ഹാബിറ്റ് ഉണ്ടാക്കി തരും, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി തരും, ആൻഡ് നിങ്ങളുടെ റിസൾട്ട്സും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. സോ ഐ എം ജസ്റ്റ് ഗോണ ഫോളോ ദിസ് ഫോർ മൈ എൻറ്റയർ ഇയർ. ഞാൻ ഒരു സെഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ആൻഡ് ഇൻ കേസ് ഐ എം നോട്ട് ഏബിൾ ടു ട്രേഡ് ദാറ്റ് പർട്ടിക്കുലർ സെഷൻ, ഞാൻ ന്യൂയോർക്കിൻ്റെ ടൈമിൽ എന്തെങ്കിലും തിരക്കായി പോവുകയാണെങ്കിൽ അത് ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് ഡേ. ആ ദിവസം ട്രേഡ് എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ലണ്ടൻ സെഷൻ ഒന്നും ഞാൻ ഫോഴ്സ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ഒരു പ്ലാനും ഇല്ല. സോ മൈ കറണ്ട് പ്ലാൻ ഈസ് ടു ഫോക്കസ് ഓൺ വൺ സെഷൻ. ആ സെഷൻ മാത്രം ട്രേഡ് എടുക്കുക, ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, 2 ട്രേഡിൽ നിർത്തുക. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന സെയിം സാധനമാണ് ഞാനും പ്ലാൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് എക്സ്പെരിമെൻറ്റ് ദിസ് ആൻഡ് ലെറ്റ്സ് ട്രൈ ടു ബിൽഡ് എ ഗുഡ് ഹാബിറ്റ് ഫ്രം ട്രേഡിങ്. സോ വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് അപ്ഡേറ്റ് മീ ലേറ്റർ. എങ്ങനെ പോയി, എങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്തത്, വാസ് ഇറ്റ് ബെറ്റർ ഓർ വാസ് ഇറ്റ് വേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക. ഹൗ വെൽ ഡിഡ് യു മാനേജ് ഇമോഷൻസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക, ജേർണൽ ചെയ്യുക. ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ബൈ.